വളരെ ആധികാരികമായി ഇംഗ്ലീഷ് ഗ്രാമർ എടുക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പുസ്തകത്തിൻ്റെ പേര് ഗ്രാമർ ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാർട്ടിൻ പാരറ്റ് ആണ് അതിൻ്റെ ഓഥർ. അദ്ദേഹം ലാംഗ്വേജ് റിസർച്ചിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. സാധാരണഗതിയിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി പല സ്കൂളുകളിലേക്കും എല്ലാം പോകുമ്പോൾ ഞാൻ ടീച്ചർമാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ റെഫറൻസിനായിട്ട് ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന്. പല ആളുകളും ഇപ്പോഴും റണ്ണൻ മാർട്ടിൻ ഗ്രാമർ ബുക്കൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അത് ചുരുക്കം ചില ആളുകൾ ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രാമർ അല്ലെങ്കിൽ എസെൻഷ്യലി ആ ഗ്രാമർ സീരീസിലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ പ്രാക്ടിക്കൽ യൂസേജ് ഓഫ് ഇംഗ്ലീഷ് എന്നുള്ള മൈക്കിൾ സോണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതെല്ലാം വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ, അതിനെ എങ്ങനെ അവതരിപ്പിക്കണം, അതിൻ്റെ ബേസ് എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. സാധാരണ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത പുസ്തകങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത പുസ്തകങ്ങളിലെല്ലാം ഒരുപാട് ഡ്രിൽസ് ഉണ്ടായിരിക്കും അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ അത്തരം ഡ്രിൽസ് വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് റിസർച്ച് ആക്ടിവിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രിൽസാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത്. ഓരോ ലെസൺ കഴിയുമ്പോഴും ഒരു കൺസോളിഡേഷൻ എക്സസൈസുകളുണ്ട്. അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇത് 5 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് നമുക്ക് നോക്കാം. ഒന്ന് പാർട്ട് എയിൽ വേർഡ്സ്, വാക്കുകളെക്കുറിച്ച് ആണ് വിശദീകരിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. നൗൺസ്, ആർട്ടിക്കിൾസ്, ക്വാണ്ടിഫയേഴ്സ്, അഡ്ജക്റ്റീവ്സ്, അഡ്വർബ്സ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലൈറ്റീവ്സ്, പ്രിപ്പോസിഷൻസ്, വേർബ്സ്, കമ്പൈനിങ് വേർഡ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് ഒന്നാമത്തെ ഭാഗത്തിൽ. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഫേസ് ചെയ്തേക്കാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ സൊല്യൂഷൻസുമാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ കൃത്യമായ ഡെഫിനിഷൻസ്, അത് പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോഴുണ്ടാകുന്ന ഇഷ്യൂസ്, വിദ്യാർത്ഥികൾ അതിനെ മനസ്സിലാക്കുന്ന രീതികൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന പല ഭാഷകളിലും വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഭാഗങ്ങൾ ഇത് പറയുന്നത്. അപ്പോൾ അധ്യാപകനെ സംബന്ധിച്ച് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് ഓൾറെഡി മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. പാർട്ട് 2B മോർ അബൌട്ട് വേർബ്സ് ആൻഡ് റിലേറ്റഡ് ഫോംസ്, വേർബ്സിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏകദേശം 9ഓളം അധ്യായങ്ങൾ 138 മുതൽ 272 വരെ പേജുകളിലായിട്ട് വേർബ്സിൻ്റെ വ്യത്യസ്തമായ യൂസേജുകൾ, വെർബ് അതിൻ്റെ ഗ്രാമറ്റിക്കലി സെൻറ്റൻസുകളിൽ വരുമ്പോൾ അതിൻ്റെ വെർബിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസേജുകൾ, വെർബ് നൗണായിട്ട് എങ്ങനെ ഉപയോഗിക്കുക, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വെർബിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു അധ്യാപകനെ സംബന്ധിച്ച് വളരെ ഒരു വലിയ ഒരു മുതൽക്കൂട്ടാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത പുസ്തകങ്ങളിൽ നമ്മൾ ആ ടെൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മോഡൽ ഓക്സിലറിയുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ചെറിയ യൂസേജുകളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആയിരിക്കും വേർബ്സ് എന്നുള്ളത്. നമ്മൾ ഒരു റൂൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് എക്സെപ്ഷനായിട്ട് അടുത്ത റൂൾ വരും. അതെല്ലാം വേർബ് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത്തരം വിഷയങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അധ്യാപകനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. പാർട്ട് സിയിൽ സെൻറ്റൻസ് കൺസിസ്റ്റുവൻസ് ആൻഡ് വേർഡ് ഓർഡർ, അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ പാർട്ട് ഡിയിൽ കോംപ്ലക്സ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അത് വിദ്യാർത്ഥികളിൽ അവർ ഉണ്ടാക്കുന്ന തെറ്റുകൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിസ്കോഴ്സ് മാർക്കേഴ്സുകൾ, സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതും റിട്ടൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതുമായ ഡിസ്കോഴ്സ് മാർക്കേഴ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു എന്നുള്ളത് അധ്യാപകർക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ സഹായിക്കും. അവസാന ഭാഗം എന്നുള്ളത് റിസർച്ചിങ്, ലാംഗ്വേജിൽ എങ്ങനെ നമുക്ക് റിസർച്ച് ചെയ്യാമെന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഭാഷ പഠനത്തിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വയം റിസർച്ച് ചെയ്യാനുള്ള ഒരുപാട് ഡ്രിൽസുകൾ അതിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. ഒരിക്കലും അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ
എന്നുള്ള പുസ്തകം, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രാമർ, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂസേജ് എന്നീ പുസ്തകങ്ങൾ റെഫർ ചെയ്തുകൊണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. കാരണം അതെല്ലാം വിദ്യാർത്ഥികൾക്ക് ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ പുസ്തകത്തിൻ്റെ രൂപകൽപ്പന. നേരെ മറിച്ച് അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മൾ അഭിമുഖീകരിക്കാവുന്ന ഒരുപാട് ഇഷ്യൂസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ 21st സെഞ്ച്വറി ഗ്രാമർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് കുറേ വലിയ ബുക്കാണ്, വോളിയങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു ഹാൻഡ് ബുക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഇത് ഏകദേശം 500 പേജാണ് ഇതിനുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഹാൻഡ് ബുക്ക് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അതുമാത്രമല്ല ഒരു ക്വിക്ക് റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജുകൾ ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രാമർ ഇഷ്യൂ ആണ് നമുക്കുള്ളത് ചില ഇൻഡെക്സ് പേജിലേക്ക് പോയി നോക്കുക. ആ ഇൻഡെക്സ് പേജിൽ നമുക്ക് പേജ് നമ്പേഴ്സ് കാണാം. ഇപ്പോൾ വുഡ് എന്നുള്ളതാണ് നമ്മൾ ഇഷ്യൂ എങ്കിൽ, അല്ലെങ്കിൽ വുഡ് ഹാവ് എന്നുള്ളതാണ് നമ്മൾ ഇഷ്യൂ എങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് പേജിൽ ഏതൊക്കെ പേജിലാണ് അത് വിശദീകരിക്കുന്നതെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ക്വിക്ക് റെഫറൻസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഒരു ഹാൻഡ് ബുക്കായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും. നേരെ മറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉപയോഗിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് 21st സെഞ്ച്വറി ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള പുസ്തകമാണ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. പക്ഷേ അത് വലിയ വോളിയം കൂടുതലുള്ള വലിയ പേജസ് ഉള്ള നമുക്കത് ഹാൻഡ് ബുക്കായിട്ട് കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു പുസ്തകമാണ്. അത് ലൈബ്രറി അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉപയോഗിക്കാം. നേരെ പക്ഷേ നമുക്ക് റെഫറൻസ് ആയിട്ട് കയ്യിൽ തന്നെ കൊണ്ടു നടക്കാവുന്ന, അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ സൂക്ഷിക്കാവുന്ന, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്ന അധ്യാപകന് ഒരിക്കലും മടിക്കരുത്. റെഫർ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല ഒരു ഗ്രന്ഥമാണിത്. പേര് ഒന്നും കൂടെ പറയാം, ഗ്രാമർ ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ്. ഇത് അധികം ആളുകൾ വാങ്ങാതിരിക്കാനുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലായത്, 500 പേജിലൊരു പുസ്തകമാണ്. പക്ഷേ ഇതിന് വില ഏകദേശം 4000-ഓളം രൂപയാണ് വില വരുന്നത്. അത് എഡിഷൻ സൗത്ത് ഏഷ്യൻ എഡിഷനാണ്. സൗത്ത് ഏഷ്യൻ എഡിഷൻ ആയിട്ട് പോലും 3900 സംതിങ് റുപ്പീസ് ആമസോണിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് കൗൺസിൽ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഏകദേശം ഒരു 35% ഡിസ്കൗണ്ട് നമുക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്ലസ് ഡയറക്റ്റ് വാങ്ങുമ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കും ഈ പുസ്തകത്തിന്. അപ്പോൾ അതുകൊണ്ട് ഈ വില കൂടിയത് കൊണ്ടായിരിക്കും പല അധ്യാപകരും ഇത് ഒരു റിസോഴ്സ് ബുക്കായിട്ട് ഉപയോഗിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഒന്നുകൂടെ പേര് പറയാം, ഗ്രാമർ ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ്. അത് വളരെ ഉപകാരപ്പെടുന്ന അധ്യാപകരെ സംബന്ധിച്ച്, കാര്യഗൗരവത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് ഏറെക്കുറെ മോഡേൺ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് മാറ്റം വരുത്തി ഗ്രാമറിനെ സമീപിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ താങ്ക് യു. അടുത്ത ബുക്ക് റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു.